മഴതോരുമ്പേൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മകളെ ആദ്യമായി കെട്ടിപ്പിടിച്ച് വൈജയന്തി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അലീനയുടെ ഒരു കടന്നുവരവ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അലീന കടന്നു വരുന്നത് വേറെ ഒന്നിനു വേണ്ടിയല്ല, തൻ്റെ ഈ വളർത്തച്ഛൻ പറയുന്നതിന് മുമ്പ് അമ്മയോട് സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭൂകമ്പത്തിൽ നിന്നും വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും അമ്മയെ കരകയറ്റിയെടുക്കാനായിട്ട് കഴിയുമെന്നുള്ള ചിന്ത നമ്മുടെ അലീനയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അലീന കൊല്ലപ്പള്ളി ലക്ഷ്യമാക്കി വെച്ച് പിടിക്കുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് കഴിയുക, സാധിക്കുക. കൊല്ലപ്പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മനുവാണെങ്കിൽ അലീനയെ കാണുന്നുണ്ട്, അലീനയുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് കാണാം. പ്രത്യേകിച്ച് എന്തിനാണ് നീ വന്നത് എന്ന് മനു ചോദിക്കുമ്പോൾ ഞാൻ മാഡത്തെ കാണാനായിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ, അതെ ആൻറ്റിക്ക് നിന്നോട് ഒരു തുള്ളി പോലും ദേഷ്യം കുറയാനായിട്ട് യാതൊരു തരത്തിലുള്ള ചാൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നീ എന്തിനാണ് വെറുതെ ഇങ്ങനെ വന്ന് വെറുതെ ആട്ടും തുപ്പും മേടിക്കുന്നത്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ആട്ടും തുപ്പായാലൊന്നും കുഴപ്പമില്ല, എൻ്റെ അമ്മയല്ലേ മനുവേട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ മനുവാണെങ്കിൽ പിന്നെയൊന്നും പറയുന്നില്ല. വൈജയന്തിയുടെ അടുത്തേക്ക് അലീന പതിയെ നടന്ന് ചെല്ലുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയം വൈജയന്തി ആണെങ്കിൽ നീ എന്തിനാടി എൻ്റെ വീട്ടിലേക്ക് വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ പൊട്ടിത്തെറിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. ഇതേ സമയമാണെങ്കിൽ മാഡം, ഞാൻ മാഡത്തോട് ഒരു കാര്യം പറയാനായിട്ട് വന്നതാണ്. ഞാൻ അധികം വൈകാതെ തന്നെ ഈ വീട് വിട്ട് പോവാനായിട്ട് പോവാണ്. അതായത് മാഡത്തിൻ്റെ വീട്, കടപ്പാട്ടൂർ വീട് എന്ന് പറയുമ്പോൾ നീ ഇത് കുറേ നാളായിലൂടെ പറയാൻ തുടങ്ങിയിട്ട്. നിൻ്റെ ഉദ്ദേശം നിനക്ക് പോകാനൊന്നുമല്ല, നീ വെറുതെ പറയുക മാത്രമേ ഉള്ളൂ. എനിക്കതൊക്കെ മനസ്സിലായിട്ടുണ്ടടി എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. നിൻ്റെ കാപട്യവും കള്ളത്തരമൊക്കെ എനിക്കറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുന്നതും കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതേ സമയം ഇത് കാപട്യമൊന്നുമല്ല, റിയലായിട്ടുള്ള കാര്യം. അച്ഛൻ തന്നെയാണ് എനിക്കുള്ള സ്ഥലം കണ്ടുപിടിച്ചത് എന്ന് പറയുന്നു. നീ എവിടെ പോകുന്നോ അവിടെയൊക്കെ നശിച്ച് നാറാണക്കല്ല് പറയ്ക്കുകയുള്ളൂ, ആ കുടുംബം കുളം തോണ്ടുകയുള്ളൂ നീ എന്ന് പറയുമ്പോൾ, സത്യം പറയും മാഡം, മാഡത്തിൻ്റെ കുടുംബം കുളം തോണ്ടിയത് ആരാണ് എന്ന് അലീന ചോദിക്കുകയാണ്. ഇതേ സമയം നീ അതിനെന്താ സംശയം എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ തന്നെയാണോ എന്ന് നമ്മുടെ അലീന വൈജയന്തിയോട് ചോദിക്കുമ്പോൾ, അത് പിന്നെ നീയല്ലാതെ നീ മാത്രമാണ് ഇതിന് ഉത്തരവാദി എന്ന് പറയുമ്പോൾ, എങ്കിൽ മാഡത്തിന് തെറ്റി. മാഡത്തിൻ്റെ കുടുംബം ഛിന്ന ഭിന്നമാവാൻ കാരണക്കാരി ഞാനൊന്നുമല്ല, അത് മാഡം തന്നെയാണ് എന്ന് നമ്മുടെ വൈശയുടെ മുഖത്ത് നോക്കി അലീന പറയുകയാണ്. ഇതേ സമയം ഞാനൊന്നുമല്ല, നീ തന്നെയാണ്, നീ വന്നതിന് ശേഷം ഇത്രയും പ്രശ്നം എന്ന് പറയുകയാണ്. ഇതേ സമയം ഞാൻ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്ന് മാഡത്തിന് അറിയാമോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയും, സാധിക്കും. ഇതേ സമയം നീ എവിടെ നിന്ന് വന്നാലും നിൻ്റെ ഉദ്ദേശം അതുതന്നെ ആയിരുന്നില്ലേ എന്ന് പറയുന്നത് കാണാം. എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം നശിപ്പിക്കുക, അതായിരുന്നു നിൻ്റെ ലക്ഷ്യമെന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എൻ്റെ മാഡത്തിന് തെറ്റി. ഞാൻ അന്ന് 23 വർഷം മുമ്പ് ആഗ്രയിൽ വെച്ച് നടന്ന ഒരു കാര്യത്തിൻ്റെ ബാക്കിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മറന്നുപോയോ എന്ന് ചോദിക്കുന്നു. ഞാൻ എന്തിനാണ് നിങ്ങളെ തേടി വന്നതെന്ന് വെച്ചാൽ നിങ്ങളെൻ്റെ അമ്മയായതുകൊണ്ടാണ് എന്ന് പറയുന്നു. 23 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഒരു പുരുഷനിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയില്ലേ, ആ കുഞ്ഞാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. നിങ്ങളെ കാണാനുള്ള ആഗ്രഹത്തോടെ വന്നതാണ്, പക്ഷേ നിങ്ങൾ ഏതു നേരവും ശാസനയും ഉപദ്രവവും ഒക്കെ മാത്രമായിരുന്നു. മതിയായി നിങ്ങളെ കണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ മടങ്ങിപ്പോകുന്നത് എന്ന് പറയുമ്പോൾ, പൊന്നുമോളെ ഈ അമ്മയോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ വൈജയന്തി അലീനയെ കെട്ടിപ്പിടിക്കുന്നൊരു ദൃശ്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്.
അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് കൂട്ടുകാരെ.